നീണ്ട 27 വർഷങ്ങൾ CPM എന്ന പാർട്ടിയെയും കേരളത്തെയും നയിച്ച പിണറായി വിജയൻ എന്ന കാരണഭൂതന് തിരശ്ശീല വീണിരിക്കുന്നു. ഇനി ഒരിക്കലും ആ തിരശ്ശീല ഉയരില്ല എന്ന് തന്നെ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. 17 കൊല്ലം CPM എന്ന പാർട്ടിയുടെ സെക്രട്ടറിയായി, 10 കൊല്ലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ഈ 10 കൊല്ലവും പാർട്ടി സെക്രട്ടറിയായി പലരും വന്നു. കോടിയേരി ബാലകൃഷ്ണൻ വന്നു, അതുപോലെ A വിജയരാഘവൻ വന്നു, MV ഗോവിന്ദൻ വന്നു. അവരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എല്ലാം താനാണ് ഇവിടുത്തെ രാജാവ്, താനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, താൻ പറയുന്നത് പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, താൻ പറയുന്ന ആളുകളെ മാത്രമേ ഇവിടെ എല്ലാത്തിനും അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ധാർഷ്ട്യത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവമായ പിണറായി വിജയൻ എന്ന സത്വം അവസാനിച്ചിരിക്കുന്നു, വിട പറഞ്ഞിരിക്കുന്നു. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം കേരളത്തിൽ അവസാനിക്കുകയാണ്. ഇടതുപക്ഷം എന്ന മുഖം ഇവിടെ വികൃതമാവുകയാണ്, ഇവിടെ ഇല്ലാതാവുകയാണ്. KK രമ എന്ന പാവം പിടിച്ച സ്ത്രീയുടെ ഭർത്താവിനെ 51 വെട്ടിനുറുക്കി കൊന്നിട്ട് അവരെ വിധവ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു MM മണി. പിണറായിക്ക് പഠിച്ചവർ ധാരാളമുണ്ട്. അവരൊക്കെ ഇപ്പോൾ എന്ത് പറയുന്നു എന്നുകൂടി നോക്കേണ്ടതുണ്ട്. MM മണി, സജി ചെറിയാൻ, M സ്വരാജ്, MV ഗോവിന്ദൻ തുടങ്ങിയവരൊക്കെ തന്നെ പിണറായിക്ക് പഠിച്ചവരാണ്. പിണറായി പറയുന്നത് പോലെ പറഞ്ഞ് പിണറായിയുടെ ശീലുകൾ ഏറ്റുപിടിച്ച് പിണറായിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും സ്വന്തം വാക്കുകളിലും പ്രവൃത്തിയിലും പകർത്തി ഇവിടെ കേരള ജനതയെ വെറും മണ്ടന്മാരാക്കാൻ ശ്രമിച്ചവരാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്നുള്ളത് മനസ്സിലായില്ലേ? കേരളത്തിലെ ജനങ്ങൾ വെറും പൊട്ടന്മാരല്ല എന്ന് മനസ്സിലായില്ലേ? ജനം കഴുത എന്ന് പറയുന്നവരോട് നമുക്കിപ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. ജനം കഴുതയല്ല സാർ, ജനത്തിന് ബുദ്ധിയുണ്ട്, ജനത്തിന് തീരുമാനമെടുക്കാൻ അറിയാം, ജനങ്ങൾക്ക് എന്തു വേണമെന്നറിയാം. ജനം നിങ്ങളെ, പിണറായി സംഘത്തെ തൂത്തെറിഞ്ഞിരിക്കുന്നു, അടിച്ചോടിച്ചിരിക്കുന്നു, കാർക്കിച്ച് തുപ്പിയിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാകാനേ സാധ്യതയുള്ളൂ, ജനങ്ങളുടെ കുഴപ്പമല്ല. എന്നിട്ടും തോറ്റതിന് പഴി ജനങ്ങൾക്കാണ്. ജനങ്ങളുടെ അരാഷ്ട്രീയവാദം, ഉദാസീന മനോഭാവം എന്നൊക്കെ പറഞ്ഞ് M സ്വരാജ് കിടന്ന് നിലവിളിച്ചത് നമ്മൾ കണ്ടതാണ്, നമ്മൾ വാർത്തയും നൽകി. തീർച്ചയായിട്ടും ജനങ്ങളാണ്, നാടാണ് വലുത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാരുകൾ. ജനാധിപത്യ സർക്കാരായാലും ശരി, ആരായാലും ശരി. ഇത് രാജഭരണകാലമല്ല. പിണറായി രാജാവല്ല, പിണറായി ചക്രവർത്തിയല്ല, പിണറായി ഏകാധിപതിയല്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ 10 വർഷവും അല്ലെങ്കിൽ മൊത്തം നോക്കുകയാണെങ്കിൽ 17 വർഷം വേണ്ടി വന്നു ഇവർക്കൊക്കെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നൊരു പാർട്ടിയും അതിൻ്റെ കുറേ സ്തുതിപാഠകരും കുറേ സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞുള്ള കുറേ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. NS മാധവനെ പോലുള്ള ആളുകൾ പിണറായി സഖാവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ചില പ്രവചനങ്ങളൊക്കെ നടത്തി. ആ പ്രവചനങ്ങളൊക്കെ എവിടെ പോയി എന്ന് ജനങ്ങൾ കണ്ടു. ഇപ്പോഴും പിണറായിക്ക് പഠിക്കുന്നവർ ഇനിയും പലതും പഠിക്കേണ്ടതുണ്ട്, ഇനിയും പലതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ജനങ്ങളാണ് വലുത്. ജനങ്ങൾ വിചാരിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ള കാര്യം പിണറായിക്ക് പഠിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ PA മുഹമ്മദ് റിയാസിനെ പോലുള്ള ആളുകൾ, അമ്മായിയപ്പൻ മുഖ്യമന്ത്രിയായി, ഇനി തനിക്കെന്തും കാണിക്കാം, തനിക്ക് പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട് എന്ന് പറഞ്ഞ് നിഗളിച്ചു. ഏതായാലും ബേപ്പൂരിൽ ജയിച്ചു. എന്തു വന്നാലും ശരി, ഇതിലും ഇയാളെപ്പോലുള്ള ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. നമ്മളാരും കമ്മ്യൂണിസത്തിനോ പുരോഗമന സിദ്ധാന്തങ്ങൾക്കോ എതിരൊന്നുമല്ല, അതിനെയൊക്കെ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ ഈ ഏകാധിപത്യ പ്രവണതയും പിണറായി എന്ന വൺമാൻ ഷോയും ഒക്കെ അംഗീകരിക്കണമെങ്കിൽ ജനങ്ങൾ വെറും മണ്ടന്മാരായിരിക്കണം, പൊട്ടന്മാരായിരിക്കണം. കേരള ജനത അങ്ങനെയുള്ള പൊട്ടന്മാരും മണ്ടന്മാരുമല്ല എന്ന് പിണറായിക്ക് പഠിച്ചവർക്കും പിണറായിക്ക് പഠിക്കുന്നവർക്കും പിണറായി വിജയന് തന്നെ മനസ്സിലായിട്ടുണ്ടാവണം. മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ജനങ്ങൾക്കൊന്നുമില്ല.